ഉത്സവങ്ങളും ആഘോഷങ്ങളും മാനവസ്നേഹവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന വേദികളാണെന്ന് NK അക്ബർ MLA അഭിപ്രായപ്പെട്ടു. മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിലെ നിലവിലെ സാഹചര്യം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും മതസൗഹാർദ്ദം തച്ചുതകർക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ കേരള ജനത ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. ചില സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ, അവിടെയാണ് മലയാളി മറ്റെല്ലാം മറന്ന് ഒരുമിച്ച് ആഘോഷിക്കുന്നതിൻ്റെ മാതൃകാപരമായ ചിത്രങ്ങളുണ്ടാവും. ഇതിന്ന് നാടാകെ ഷെയർ ചെയ്യുന്നില്ല, ലോകമാകെ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവങ്ങളായി മാറുക, എല്ലാവരുടെയും ഉത്സവങ്ങളായി മാറുക, കേരളീയന്റെ ഉത്സവമായി മാറുക. ബീച്ച് ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനും പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ അധ്യക്ഷനായി. പൊന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കമറുദ്ദീൻ, പൊന്നിയൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ MV ഹൈദരലി, പൊന്നിയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NK ഗോപി, MP ഇക്ബാൽ മാസ്റ്റർ, PA നസീർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പറും ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി കൺവീനറുമായ അസീസ് മന്നലാംകുന്ന് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VK ഇർഷാദ് നന്ദിയും പറഞ്ഞു. പൊന്നിയൂർ പഞ്ചായത്ത് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ആൽത്തറ തൈക്കോണ്ടോ അക്കാദമി ബഷീർ താമരത്തിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തൈക്കോണ്ടോ പ്രദർശനവും പ്രശസ്ത ഗായിക യുംന അജിൻ ടീം നയിക്കുന്ന ഇശൽ നിലാവ്, മാജിക് ഡാൻസ് എന്നിവയും ഉണ്ടായിരുന്നു. ഏപ്രിൽ 20 അവസാനിക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിൽ വിവിധ റൈഡുകൾ അടങ്ങിയ കാർണിവലും രാത്രിയിൽ സ്റ്റേജ് പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്.